വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ RSSനെതിരെ CPIM. ആക്രമണത്തിന് പിന്നിൽ RSS BJP ക്രിമിനലുകളെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വാളയാർ കൊലയ്ക്ക് പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണെന്ന് മന്ത്രി MP രാജേഷ് ആരോപിച്ചു. കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. കേരളത്തിന് തന്നെ അപമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. പ്രതികരണങ്ങളിലേക്ക് ആദ്യം. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പിന്നിൽ RSS BJP ക്രിമിനലുകളാണ്. RSSന്റെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള കൊടും ക്രൂരത എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെറ്റാണ് ഇതങ്ങൾ ചെയ്തത്. ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള ഒരു കാര്യവും കേരളത്തിൽ അനുവദിക്കാൻ പാടുള്ളതല്ല. ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹത്തിൽ സാധിക്കുന്നില്ല. ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാവം മനുഷ്യനെ അടിച്ചു കൊന്നത്. ഇന്ത്യയുടെ പല ഭാഗത്ത് RSSകാർ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇവിടെയും കേരളത്തിലും ശക്തിയായ രീതിയിൽ നടപ്പിലാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ചിത്രം. കഞ്ചിക്കോട്ട് കഴിഞ്ഞ ദിവസം അതിഥി തൊഴിലാളിയായ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭയ്യാലിനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണ്. ബംഗ്ലാദേശി എന്ന് ആരോപിച്ചുകൊണ്ടാണ് തൊഴിൽ തേടിയെത്തിയ ആ യുവാവിനെ അറിയപ്പെടുന്ന RSS പ്രവർത്തകരടങ്ങുന്ന സംഘം വിചാരണ ചെയ്തതും ക്രൂരമായി ആക്രമിച്ചതും. സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വംശീയ വിഷത്തിന്റെ ഇരയാണ് രാംനാരായൺ ഭയ്യാൽ. പ്രതികളെ 5 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ശക്തമായ നടപടികൾ അക്കാര്യത്തിലുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കി കൊടുക്കാൻ പഴുതടച്ച നടപടികൾ ഉണ്ടാവും. ആൾക്കൂട്ട കൊലയുണ്ടായി. നമ്മളെല്ലാം അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. മലയാളികളാണ് അത് ചെയ്തത് എന്നതിന്റെ നാണക്കേട് നമുക്കുണ്ട്. എൻ്റെ ഉള്ളിലുണ്ട്, അപമാനം ഭാരം നിറയുന്നുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തോട് നമ്മൾ നീതി പുലർത്തണം. കുറ്റക്കാരായ ആളുകളെ കർശനമായി അവരെ ശിക്ഷിക്കണം. ആ കുടുംബത്തിന് ധനസഹായം നൽകണം. ഈ ആൾക്കൂട്ടങ്ങൾ തീരുമാനമെടുക്കാൻ പാടില്ല. ആൾക്കൂട്ടങ്ങൾ തീരുമാനമെടുക്കുന്നതിനായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണം ഗവൺമെന്റ്. കൊല്ലപ്പെട്ട രാംനാരായണന്റെ മൃതദേഹം ഉടൻ നാട്ടിലേക്ക് കൊണ്ടുപോകും. മന്ത്രി K രാജനുമായി നടത്തിയ ചർച്ചയിലാണ് സമവായമായത്. 10 ലക്ഷത്തിൽ കുറയാത്ത ധനസഹായം നൽകുമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. അതേസമയം രാംനാരായണനെ ആൾക്കൂട്ടം മർദ്ദിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. കേസ് അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു. രാംനാരായൺ എന്ന പേരുള്ള ഒരു ആളാണ്. അയാൾക്കാണ് അസോൾട്ട് സംഭവിച്ചിരിക്കുന്നത്. വാളയാർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു മർഡറിൻ്റെ സെക്ഷൻ വെച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 5 പ്രതികൾക്ക് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സോ അന്വേഷണം പ്രകാരം ഇതിൽ വേറെ ഏത് ഓഫൻസുകളാണ് അട്രാക്റ്റ് ആയിട്ട് വരുന്നത്, ആ ഓഫൻസുകളിൻ്റെ ബന്ധപ്പെട്ട സെക്ഷൻ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പോകുന്നത്. ആസ് പെർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഫർദർ പ്രോഗ്രസ് ഈ കേസിൻ്റെ സംഭവിക്കാനാണ് പോകുന്നത്. കുറച്ച് കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ലൈക്ലിഹുഡ് ആണ്. അത് നമുക്ക് അന്വേഷിച്ചിട്ട് ബന്ധപ്പെട്ട ലീഗൽ ആക്ഷൻ എടുക്കും. നമുക്ക് കുറച്ച് കൂടുതൽ വീഡിയോസുകൾ കൂടി ലഭിക്കാൻ സാധ്യതയാണ്. അത് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സീസ് ചെയ്തിട്ട് കോടതിയിലേക്ക് ഹാജരാകും. വിവരങ്ങളുമായി റോഷിപാലും ഇക്ബാൽ അറക്കലുമാണ് നമുക്കൊപ്പം ചേരുന്നത് ബ്രേക്കിംഗ് അവേഴ്സിൽ. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഉയരുമ്പോൾ എങ്ങനെയാണ് പ്രതിരോധം? ഇതിൽ BJP RSSനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളാണ് CPM നേതാക്കൾ ഒന്നാകെ ഉയർത്തുന്നത്. ഈ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാംനാരായണന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ആവശ്യമായ നഷ്ടപരിഹാരം അത് പരിശോധിച്ച് നൽകുമെന്ന ഉറപ്പുകൂടിയാണ് സർക്കാർ നൽകുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കും. അതിനു പുറമെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന ആഹ്വാനം കൂടി മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. അതിന് ഒപ്പമാണ് പാലക്കാട്ടുള്ള മന്ത്രി MP രാജേഷും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമൊക്കെ ഈ കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന ഗുരുതരമായ ആരോപണം ഉയർത്തുന്നത്. നേരത്തെ RSS പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിൽ കേസിൽ പ്രതിപട്ടികയിലുള്ളത്. അത് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം ആസൂത്രിതമാണെന്നും ഇതിന് പിന്നിൽ RSS പ്രവർത്തിച്ചു എന്ന ആക്ഷേപം കൂടി ഉയർത്തുന്നത്. ഒന്ന് തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്, തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് 3 മാസം കഴിഞ്ഞാൽ. ആ ഘട്ടത്തിൽ RSSനെതിരെ BJPക്കെതിരെ പ്രത്യേകിച്ച് പാലക്കാട് ഏറ്റവും സ്വാധീനമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ BJPയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു നീക്കം കൂടി ഇവിടെ CPM തുടങ്ങിക്കഴിഞ്ഞു. അത് വലിയ ആയുധമാക്കി CPM ഉയർത്തുമ്പോൾ ഇപ്പോഴും അതിൽ കോൺഗ്രസ് ആ നിലയിൽ ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലയിൽ അത് ഉപയോഗിച്ചില്ല. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ കോൺഗ്രസും സമാനമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിലും ഏറ്റവും പ്രധാന ചർച്ചയായി മാറ്റാൻ
CPM സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ് ഈ ആൾക്കൂട്ട കൊലപാതകം. റോഷിപാൽ, നമുക്ക് അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് കൂടി നോക്കാം. ഇക്ബാൽ അറക്കൽ, അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സ്ത്രീകളടക്കം ഉൾപ്പെട്ടു എന്നുള്ള വിവരങ്ങളടക്കം വന്നിരുന്നല്ലോ, എന്തൊക്കെയാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? സുജയ, നിലവിൽ ഈ രാംനാരായണ ബയ്യാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, ഈ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് 5 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രതികൾ രാംനാരായണ ബയ്യാറിന്റെ അടുത്തേക്ക് എത്തുകയും മർദ്ദിക്കുകയും ആക്രമിക്കുകയും എല്ലാം ചെയ്തതെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ കേസിലെ ആദ്യത്തെ 3 പ്രതികൾ അനു ഉൾപ്പെടെയുള്ള, പ്രസാദ് ഉൾപ്പെടെ, മുരളി ഉൾപ്പെടെയുള്ള ആളുകൾ വടി ഉപയോഗിച്ചുകൊണ്ട് രാംനാരായണ ബയ്യാറിന്റെ മുഖത്തും അതുപോലെ തന്നെ തലയ്ക്കും മുതുകിലുമെല്ലാം ക്രൂരമായി തന്നെ ആക്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനുശേഷമുള്ള മറ്റ് 2 പ്രതികൾ ആനന്ദനും അതുപോലെ തന്നെ വിപിനും, ഈ 2 പേരും രാംനാരായണ ബയ്യാറിനെ ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ആനന്ദൻ രാംനാരായണ ബയ്യാറിന്റെ വയറ്റിൽ ആന ചവിട്ടിയതെല്ലാം വലിയ രീതിയിൽ ഇയാൾക്ക് പരിക്ക് പറ്റാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും നിലവിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ 10 അംഗ അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഏതായാലും ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഈ പിടിയിലായിട്ടുള്ള ഈ 5 പ്രതികൾക്കും കൃത്യമായി തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഇവർക്കെല്ലാം കേസുകൾ ഉണ്ട് എന്നുള്ളതും പോലീസ് സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ രാംനാരായണ ബയ്യാറിനെ ആക്രമിക്കുന്നതിന്റെ ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നപ്പോൾ അതിൽ ബംഗ്ലാദേശിയാണോ താൻ എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടാണ് ഈ പ്രതികൾ രാംനാരായണ ബയ്യാറെ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുന്ന ആ വിഷയത്തിൽ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തും. മാത്രമല്ല കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അത് കോടതിയിൽ ഹാജരാക്കുമെന്നുൾപ്പെടെയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ കൂടി പിടിയിലാവാനുണ്ട്. ഇനിയും 10ഓളം ആളുകൾ പത്തോളം ആളുകൾക്ക് വേണ്ടി ഒരു അന്വേഷണം ഇപ്പോഴും പോലീസ് തുടരുന്നു. ഇവരിൽ വനിതകൾ ഉൾപ്പെടെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. ഇവരിൽ പല ആളുകളും നാട് വിട്ടു എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. വാളയാർ ആൾക്കൂട്ട കൊലയിൽ പ്രതികളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട്. അപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളും ഉയരുകയാണ്.